എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു നെയ്ച്ചോറാണ് തയ്യാറാക്കുന്നത്. നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിൽ അരി എടുത്ത് നല്ലതുപോലെ കഴുകി ഊറ്റി വാരി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരു 5 പച്ചമുളകും ഒരു 2-3 പീസ് ഇഞ്ചിയും എല്ലാം കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കാം. ഒരു 2-3 സവാള എടുത്ത് നല്ലതുപോലെ അരിഞ്ഞെടുക്കാം. ഇതെല്ലാം തയ്യാറാക്കി നേരത്തെ വെക്കണം. അതിനുശേഷം മാത്രമേ അടുപ്പിൽ ഉരുളി വയ്ക്കാവൂ. ഉരുളിയോ ചരുവമോ ഏതെങ്കിലും മതി, കട്ടിയുള്ളതായിരിക്കണമെന്നേ ഉള്ളൂ. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നല്ലതുപോലെ മൂത്ത് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാള മൂപ്പിക്കാതെയും തയ്യാറാക്കി എടുക്കുന്നുണ്ട്, പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ സവാള നല്ലതുപോലെ മൊരിച്ചെടുക്കുകയാണ്. മൊരിച്ചെടുക്കുമ്പോൾ നല്ല നെയ്ച്ചോറിൻ്റെ ഒരു രുചി നല്ലതായിട്ട് കിട്ടും. സവാള ഇതുപോലെ ചുമന്ന് വരുമ്പോൾ കോരിയെടുക്കാം. കരിയാത്ത വിധത്തിൽ വേണം മൊരിച്ചെടുക്കാൻ. എന്നിട്ടിത് മൊത്തം കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തുണ്ടാക്കുന്ന ചോറാണ്. നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നെയ്യ് മാത്രം ഒഴിച്ചും ചോറ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഈ എണ്ണയിൽ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വെച്ചിരിക്കാം. ഇഞ്ചി, പച്ചമുളക് എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണയിലേക്ക് നെയ്യ് ഒഴിച്ച് വെച്ചതിന് ശേഷം തീ ഓഫാക്കാം. ഇനി വെള്ളം തിളപ്പിച്ചെടുക്കാം. 2 കപ്പ് അളവ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഞാനിവിടെ 1 ഗ്ലാസ് അധികം ഒഴിക്കുന്നുണ്ട്. വറുത്തെടുത്ത അരി ആകുമ്പോഴത്തേക്ക് വെള്ളം കൂടുതലായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ്. നല്ല വെട്ടി തിളപ്പിച്ചെടുക്കണം. ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതെടുക്കാം. അടുപ്പിൽ തീ ഓണാക്കി കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ മൂത്തതിന് ശേഷം അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി വറുത്തെടുക്കാം. നല്ല പൊട്ടി വരുന്നവരെ വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഏലക്കയും പട്ടയും ഗ്രാമ്പുവും പൊടിച്ചതിട്ട് കൊടുക്കാം. ഒരു 5-6 ഏലക്ക മാത്രം മതിയാകും. ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി അടച്ചു വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം, ചോറ് നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. 1 നാരങ്ങ ഫുള്ളായിട്ടും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം.
അടച്ചു വെച്ചാലും ഇടയ്ക്കൊന്ന് തുറന്ന് ഇതുപോലെ നോക്കി ഇളക്കി കൊടുക്കണം. നല്ല പൂ പോലത്തെ ചോറ് തയ്യാറായി കഴിഞ്ഞു. ഇതിനെ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോഴ് അമിങ്ങിയിരുന്നാണ് വേവുന്നത്. ഇത് സാദാ പോലെ വെന്തിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ കിട്ടും. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അടുപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നെയ്ച്ചോറ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാം. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിലേക്ക് ആവശ്യമായ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസൻസോ വാനില എസൻസോ ഏതായാലും ചേർത്ത് കൊടുത്താൽ മതി. ചോറ് ഇളക്കിയിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മുകളിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കണം. അവസാനമായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒരു 2-3 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റി ഒഴിച്ചു കൊടുത്താൽ മതി. ചുറ്റി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തീയും കൂടെ ഓഫാക്കാം. പിന്നെ തണുത്തതിന് ശേഷം എടുത്താൽ മതി. ഇത് അടച്ച് ഇറക്കി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇറക്കി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു കറിയും കൂടെ തയ്യാറാക്കാം. ബീഫ് വെച്ചുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത്. ബീഫ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുക്കറിൽ എണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്തതിന് ശേഷം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നേരത്തെ ചതച്ച് വെച്ചിരുന്നാൽ പെട്ടെന്നാവും. നന്നായി ഇളക്കി കൊടുത്തതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1-2 പിടി കൊച്ചുള്ളി മതിയാകും. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്തും കൂടെ കൊടുക്കാം. ഇനി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. എങ്കിലേ അതിൻ്റെ ഒരു രുചി കിട്ടത്തുള്ളൂ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ. മുളക് പൊടി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആക്കിയത്. കുറഞ്ഞ എരി മതിയെങ്കിൽ അത് മതി. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായി ഇളക്കി അടച്ചു വയ്ക്കാം. അടച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം തീ ഓഫാക്കിയാൽ മതി. ഒരു നാരങ്ങയും കൂടെ ഇതിൽ കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അടയ്ക്കാം. അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ കേട്ടതിന് ശേഷം തീ ഓഫാക്കാം. ഇവിടെ ചോറും തയ്യാറായി കഴിഞ്ഞു, കറിയും തയ്യാറായി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ചോറ്, നല്ല നെയ്ച്ചോറ് ഇതുപോലെ ഇരിക്കണം. തിന്നാനും ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റിയായിട്ട് നെയ്ച്ചോറും കറിയുമായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പാത്രത്തിൽ ആവശ്യമായ ചോറെടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ കറി ഒഴിച്ച് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ കറി ഇറക്കി കഴിഞ്ഞു. നല്ല ഇതുപോലെ കറി ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റിയായിട്ട് കിട്ടുകയും ചെയ്യും. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കറി തയ്യാറാക്കിയെടുക്കണം. കുറേശ്ശെ കറി ഒഴിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.